ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് റെഡ്മി നോട്ട് 10 Pro Max. കംപ്ലൈൻറ്റ് എന്ന് പറയുന്ന സമയത്ത് സാധനം ഫുള്ളി ഡെഡായിട്ട് വന്നതാണ്. അപ്പോൾ അയച്ചു നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ബോർഡിൽ ഫുൾ ഷോട്ടാണ്. അതായത് ഓൾറെഡി CPU കളിച്ചിട്ടുണ്ട്, EMC കളിച്ചിട്ടുണ്ട്, പിന്നെ പവർ ഐസിൻ്റെ സെക്ഷനിൽ അവിടെ ഷീൽഡ് കട്ട് ചെയ്തിട്ട് കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഡീപ്പായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കി നോക്കുന്ന സമയത്ത് പവർ ഐസിൻ്റെ സെക്ഷനിലെടുത്ത് അവർ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തതാണ്. അതായത് ഡ്രില്ലർ പോലത്തെ സാധനം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേളിലുള്ള കപ്പാസിറ്ററിൻ്റെ മേളിലുള്ള തലമേൽ മൊത്തം കട്ട് ചെയ്തിട്ടൊക്കെ. നോർമലി നമ്മളൊരു ഷീൽഡ് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെല്ലെ കട്ട് ചെയ്താൽ മതി. ഇങ്ങനെയൊന്നും കട്ട് ചെയ്യണം, ഇങ്ങനെ അമർത്തിയിട്ട് താഴോട്ട് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഷീൽഡ് നമ്മൾ ഒന്നെങ്കിൽ ഹീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഷീൽഡ് പൊരിച്ചെടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പൗണ്ടിൻ്റെ മുകളിലൊക്കെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബോർഡ് ഫുള്ളി ഷോർട്ടാണ്. അങ്ങനെ മാക്സിമം ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇനി കട്ടർ കൊണ്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രക്കും അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ കട്ടർ കൊണ്ട് കട്ട് ചെയ്തിട്ട് പിന്നെ വലിച്ചിങ്ങെടുത്ത സാധനം കൂളായിട്ട് പോരും. അങ്ങനെയാണ് നോർമലി ഷീൽഡ് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ബോർഡ് ഫുള്ളി ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഷോട്ട് കണ്ടപ്പം ഈ സാധനം ഡയറക്റ്റ് ഒരു സെക്ഷനിലുള്ള ഡയറക്റ്റ് സാധനം CPU-ൻ്റെ ഉള്ളിലേക്കും, ഒരു സെക്ഷനിലുള്ള കമ്പോണൻറ്റ്, അതായത് ഈ ഷോർട്ടായ ഒരു സെക്ഷനിലുള്ള കമ്പോണൻറ്റ് ഡയറക്റ്റ് UFSൻ്റെ മുകളിലും EMC-ൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഷോട്ട് റിമൂവ് ചെയ്താലേ നമുക്ക് കാര്യമുള്ളൂ. ഷോട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ സെറ്റ് ഇതാക്കിയിട്ട് കാര്യമുള്ളൂ. പിന്നെ ഈ ബോർഡിൻ്റെ മുകളിൽ കളിക്കുന്നതിന് മുമ്പ് ഓൾറെഡി CPU-യും EMC-യും ചെയ്തത് കൊണ്ട് തന്നെ ആദ്യം അതിൻ്റെ രണ്ടിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് ആ സാധനം ആദ്യം ഊരി. ഞാൻ എൻ്റെ മൈൻഡിൽ ആദ്യം ഉണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ EMC-യും CPU ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സ്വാപ്പ് ചെയ്യാലോ എന്നുള്ള ഒരു മൈൻഡാണ്. കാരണം ബോർഡ് ഓൾറെഡി ഫുൾ ഷോർട്ടാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ CPU ഞാൻ ഊരി വെക്കുന്ന സമയത്ത് CPU-ന് കുഴപ്പമൊന്നുമില്ല. അതേസമയം CPU-ന് പ്രിൻ്റോ കാര്യങ്ങളോ പോയിട്ടില്ല. പക്ക CPU കാര്യങ്ങൾ പക്കയാണ്. പക്ഷേ ബോർഡിൽ കുറച്ച് പ്രിൻ്റ് കാര്യങ്ങൾ മിസ്സിങ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാൻ EMC-യോട് കഴിച്ചു നോക്കുന്ന സമയത്ത് EMC-ൻ്റെ സെക്ഷനും ഒക്കെയാണ്. EMC-ക്കും കുഴപ്പമൊന്നുമില്ല, സാധനം ഓൾറെഡി പക്കയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് സ്വാപ്പ് അടിച്ചാലോ എന്നുള്ള മൈൻഡ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഒരു ഇതിൻ്റെ മുകളിൽ റെഡിയാക്കി കൂടാ. അതായത് കസ്റ്റമറോട് ചോദിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഓവർ പൈസ മുടക്കാൻ എൻ്റെ കയ്യിലില്ല, അപ്പോൾ അതുകൊണ്ട് വലിയ എമൗണ്ട് ഇല്ലാത്ത രീതിയിൽ ചെയ്ത് തരണം എന്ന് എന്നോട് പറഞ്ഞു. സ്വാപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ പുതിയൊരു വർക്കിംഗ് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അടിക്കുക എന്നുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ ഡാറ്റ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വലിയൊരു ബഡ്ജറ്റ് വേണ്ട. അതുകൊണ്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ റെഡിയാക്കാൻ പറ്റുമോ ഇല്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിളിച്ചു ഓക്കെ നമുക്ക് നോക്കി നോക്കാം, ഈ ബോർഡിൻ്റെ മുകളിൽ ഓക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി ഞാൻ മാക്സിമം ഇതിൻ്റെ മുകളിൽ ശ്രമിക്കുക. പക്ഷേ നിങ്ങളെ CPU EMC വർക്കാണെങ്കിൽ മാത്രം, അതിപ്പോൾ നിങ്ങൾ തരുന്ന ഫോണാണെങ്കിൽ പോലും CPU EMC എന്ന് പറയുന്ന രണ്ട് സാധനവും വർക്കിംഗ് ആണെങ്കിൽ, CPU EMC-യോ അല്ലെങ്കിൽ UFS-ഓ ഏതാണെങ്കിലും ആ സാധനം വർക്കിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഈ ബഡ്ജറ്റിൽ ആ ബോർഡിൻ്റെ മുകളിൽ റെഡിയാക്കാൻ പറ്റുവാണെങ്കിൽ റെഡിയാക്കാൻ പറ്റുള്ളൂ. ഇൻ കേസ് ഇനി ആ ബോർഡുമ്പോൾ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ അർജൻറ്റ് ആണെന്നുണ്ടെങ്കിൽ വേറെ ബോർഡിൻ്റെ മുകളിലേക്ക് ഇടുമ്പോൾ സ്വാപ്പ് അടിക്കുമ്പം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സാധനം എന്തായിരിക്കണം, മസ്റ്റ്ലി വർക്കിംഗ് ആയിരിക്കണം. അപ്പോൾ ആ രണ്ട് സാധനം ഞാൻ കൺഫേം ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോർഡിൻ്റെ മുകളിലുള്ള ആ ഒരു ഷീൽഡ് ചെക്ക് ചെയ്തപ്പോൾ ഷോർട്ടാണല്ലോ. EMC-യും CPU-യും കഴിച്ചതിന് ശേഷം ഫുൾ ഷോട്ട് കണ്ടതുകൊണ്ട് ഞാൻ ആ ഷീൽഡ് ബ്ലേഡ് വെച്ചിട്ട് സൈഡിൽ മെല്ലെ കട്ട് ചെയ്ത്, ഈ സൈഡിൽ കട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഷീൽഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പം നമുക്ക് ഈ ഷീൽഡ് പൊരിച്ചെടുക്കുമ്പം പ്രിൻ്റ് പോവാണ്ട് നല്ല രീതിയിൽ കിട്ടും. ജസ്റ്റ് ഒരു സംഭവം പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞത് കേട്ടോ. അതും വിചാരിച്ചിട്ട് ഡീപ്പായി അമർത്തി ഇതാക്കരുത് കേട്ടോ. ആ ഒരു സെക്ഷനിൽ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഡീപ്പായിട്ട് പ്രിൻ്റ് പോകാത്ത രീതിയിൽ കിട്ടും. 1-2 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ പ്രിൻ്റ് പോകും. പക്ഷേ നമുക്ക് ചെയ്ത് ലെവലായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫുള്ള് ഈ സാധനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കാരണം ഫേസ്ബുക്കിലും ഇടുന്നുണ്ട്, യൂട്യൂബിലും ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ സപ്പോർട്ടിനുണ്ടാണ് ഞാൻ അടുത്തടുത്ത വീഡിയോ ചെയ്യുക. പിന്നെ എല്ലാവരോടും കൂടി പറയാൻ നമ്മൾ MTech എന്നുള്ള സാധനം നമുക്ക് റീബ്രാൻഡ് ചെയ്യണം. ഈ പേര് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഷോപ്പ് ഉണ്ട്, പോട്ടെ, ഒന്നും നമുക്ക് വിഷയമുള്ള കാര്യമില്ല. പക്ഷേ ഒരാൾ ഓൾറെഡി ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് MTech എന്നുള്ളൊരു പേരിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ലൊരു പേര്, M തുടങ്ങുന്ന പേരാണെങ്കിൽ കുഴപ്പമില്ല, ഇനി M-ൽ ഒരു നല്ലൊരു പേര് നമ്മൾ കമ്പനിക്ക് ഇടാൻ പറ്റിയൊരു നല്ലൊരു സാധനം സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്നാരെങ്കിലും സജസ്റ്റ് ചെയ്യും. ഭാവിയിൽ ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനും കൂടെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു പേര്, ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു പേരായാൽ മതി. പക്ഷേ കേൾക്കുമ്പോൾ എല്ലാവർക്കും കുറച്ച് രസം തോന്നും. ഒരു വെറൈറ്റി യാതൊരു പ്രശ്നമില്ല. പക്ഷേ തമാശക്ക് ഇതും വേണ്ടിയിട്ടത് ആരെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ ഒരുപാട് ഞാൻ ട്രൈ ചെയ്തൊക്കെ കിട്ടാത്തതുകൊണ്ടാണ്. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം. പറ്റുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ആ ഷോർട്ടായ കമ്പോണൻറ്റ് ഞാൻ ഓരോന്നായിട്ട് ഊരി, ഞാൻ എല്ലാ സാധനവും ഊരുന്നത് ഞാൻ ഇതിലിട്ടിട്ടില്ല. ഞാൻ ഓരോന്നായിട്ട് ഊരുന്നിട്ട് അങ്ങനെ ഓരോ കമ്പോണൻറ്റ് കഴിക്കുമ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബോർഡിൽ ഷോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചെക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളും ഇതേപോലെ തന്നെ ഷോർട്ടുണ്ടോ ചെക്ക് ചെയ്യുക. അപ്പോൾ CPU-ൻ്റെ സെക്ഷനിൽ ഈ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഷോർട്ടായിട്ടുള്ളൂ, അതായത് പ്രിൻ്റ് പാഡ് ഷോർട്ടായിട്ടുള്ളൂ. അത് നമുക്ക് UV ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളെ കൊണ്ട് കുഴപ്പമില്ല.
അങ്ങനെ ഞാൻ ഷോർട്ടായിട്ടുള്ള കമ്പോണൻറ്റ് മൊത്തം കഴിച്ച് ഏകദേശം 4 കമ്പോണൻ്റാണ് ഷോർട്ടായത്. ആ 4 കമ്പോണൻറ്റും നേരെ CPU-യിലേക്കും UMC-യിലേക്കും പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അത് മാറ്റിയിട്ടുള്ള നിർബന്ധമാണ്. ഫിൽറ്ററിങ് ആയിരിക്കും അധികം വരിക. അപ്പോൾ സെയിം സാധനം തന്നെ, അതായത് സെയിം നോട്ട് 10 Pro Maxൻ്റെ തന്നെ സ്ക്രാപ്പ് ബോർഡ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തില്ല, വാല്യൂ ചെക്ക് ചെയ്ത് എടുക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. സെയിം ബോർഡ് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ബോർഡിൻ്റെ മുകളിലുള്ള ആ 4 കമ്പോണൻറ്റ് ഞാൻ ആദ്യം തന്നെ ഒന്ന് കഴിച്ച്, ആദ്യത്തെ ഒരു കമ്പോണൻറ്റ് കഴിച്ച് നേരെ ആ സെക്ഷനിൽ കൊണ്ടുപോയി വെച്ച് ഒരുമിച്ച് ഹീറ്റ് ചെയ്തിട്ട് ഫിക്സ് ചെയ്താൽ മതി. എടുക്കുന്ന സമയത്ത് പാറിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് അവിടെ കുറച്ച് ഫ്ലെക്സ് ആക്കി കൊടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതെടുത്ത് നേരെ അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളും. ഹീറ്റ് അടിക്കുന്ന സമയത്ത് പാറിപ്പോവില്ല. ഫ്ലെക്സ് ഇല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് അടിക്കും, അത് അതിൻ്റെ എത്തേണ്ടടുത്തെത്തും. അതാണൊരു ഇഷ്യൂ. അങ്ങനെ 4 കപ്പാസിറ്ററും ഞാൻ അതേപോലെ തന്നെ കഴിച്ച് 4 കപ്പാസിറ്ററും അതിൻ്റെ മേളിൽ വെച്ചതിന് ശേഷം നമ്മൾ താഴത്തുള്ള സ്ക്രാപ്പ് ബോർഡ് എടുത്ത് ഒഴിവാക്കി, എന്നിട്ട് ആ 4 കമ്പോണൻറ്റും ഞാൻ ഹീറ്റ് ചെയ്തിട്ട് ഫിക്സ് ചെയ്ത്. ഈ കമ്പോണൻറ്റ് ഹീറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് വലിയ ഹീറ്റൊന്നും കൊടുക്കണമെന്നില്ല. ഒന്നെങ്കിൽ അവിടെ ലെഡ് ഉണ്ടോ നോക്കണം. ലെഡ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 183-ൻ്റെ അല്ല 138-ൻ്റെ ലെഡ് ഉണ്ട്, മറ്റേ ലെഡല്ല 138-ൻ്റെ PPD ജസ്റ്റ് അയണിൻ്റെ മുകളിൽ മെൽട്ടാക്കിയിട്ട് അവിടെ പിടിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. എന്നതിന് ശേഷം ഒരു 200-ലോ അല്ലെങ്കിൽ 250-ലോ ഹീറ്റ് 200 അല്ല 250-ലോ അല്ലെങ്കിൽ 300-ലോ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സാധനം പക്കയായിട്ട് ഫിക്സ് ആവും. അങ്ങനെ ഫിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ DC-യിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ eMMCയും CPU ഇടാണ്ട് DC-യിൽ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് റീഡിങ് കറക്റ്റ് ഏകദേശം 19, 20, 30 വരെ നമുക്ക് മാക്സിമം പോകാം. പോയിട്ട് തിരിച്ച് റിട്ടേൺ വരണം കേട്ടോ, 0-ലേക്ക് റിട്ടേൺ വരും. അപ്പം ബോർഡ് ഏറെക്കുറെ ഓക്കെയാണ്. നമ്മൾക്ക് eMMC CPU ഇല്ലാണ്ട് ബോർഡ് എന്താണ് ഓക്കെയാണ്. ഇനിയിപ്പോൾ അടുത്ത പർപ്പസ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ CPU eMMC അതിലേക്ക് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതൊരു റിവെഞ്ചായിട്ട് എടുക്കുക, നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ. പിന്നെ കസ്റ്റമർക്ക് ആ ഒരു എമൗണ്ട് അത്ര ബഡ്ജറ്റ് ഇല്ല, ഒരിക്കലും അത്ര വലിയ ബഡ്ജറ്റ് ഇല്ല. അതുകൊണ്ട് കാരണം സെക്കൻഡറി ഫോണായിട്ട് യൂസ് ചെയ്യാനാണ്, മെയിൻലി ഫോണായിട്ട് യൂസ് ചെയ്യാനല്ല. പിന്നെ അത്രയും മുടക്കിയിട്ട് വാങ്ങിയൊരു ഫോണാണ്, അത്രയും ആഗ്രഹിച്ച് വാങ്ങിയൊരു ഫോണാണ്. അതുകൊണ്ട് കളയാൻ തോന്നുന്നില്ല എന്നുള്ളൊരു സംഭവം പറഞ്ഞപ്പോഴാണ് ഓക്കെ നമുക്ക് ട്രൈ ചെയ്യാമെന്നുള്ള പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ സാധനത്തിൻ്റെ മുകളിൽ നമ്മൾ ഇരുന്നത്. നിങ്ങളുടെ കയ്യിൽ ആരുടെങ്കിലും ഇതേപോലെ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് കൊടുക്കാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ നിന്ന് എടുത്തോളം നമ്മൾ റെഡിയാക്കാൻ പറ്റുന്നതാണ് ഞാൻ റെഡിയാക്കി തരാം. ഇൻ കേസ് ഇനി പുറത്ത് കൊടുത്താണെന്നുണ്ടെങ്കിൽ തന്നെ ഓവറായിട്ട് എൻ്റെ മുകളിൽ കളിച്ചിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റെഡിയാക്കി തരും. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും അയക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊറിയർ അയക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ താഴെ അഡ്രസ്സ് കൊടുക്കാം, അതിൽ അയച്ചാൽ മതി. അയക്കുന്നവർ പ്രത്യേകം നിങ്ങളുടെ വാട്സപ്പ് നമ്പറും ഡീറ്റെയിൽസും ബോക്സിൻ്റെ മേളിൽ മസ്റ്റായിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ എനിക്ക് ആരതാ എന്താണെന്ന് പോലും അറിയില്ല. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ കൊറിയർ ഡീറ്റെയിൽസാണ്, കൊറിയറാണ് ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. ഡയറക്റ്റ് വരുന്നുണ്ട് ഇല്ല എന്നല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ കൊറിയറാണ്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന സ്ഥലം വരുന്നത് കോഴിക്കോട് പുതിയ റൂട്ടിലാണ് വരുന്നത്. ഷോപ്പിൻ്റെ പേര് എംടെക് തന്നെയാണ്, പക്ഷേ നമുക്ക് പേര് മാറ്റണം. ഇപ്പം നിലവിൽ എംടെക് എന്നാണ്. അപ്പോൾ പേര് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും, നമുക്കത് സെറ്റാക്കാം. പിന്നെ ഇതിപ്പോൾ എന്തായാലും eMMC അതേപോലെ തന്നെ CPU കാര്യങ്ങളൊക്കെ CPU ഓൾറെഡി നമ്മളിപ്പോൾ റീബോൾ ചെയ്ത് സെറ്റാക്കി വെച്ച്. ഇനി eMMC കാര്യങ്ങളൊക്കെ ഫുൾ ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചാണ്. എന്നതിന് ശേഷം അതും കൂടെ റീബോളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ റീബോൾ ചെയ്യുന്ന സമയത്തുള്ള ഹീറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഹീറ്റാണ്. ഞാൻ ഇതിലിടുന്നത് 280 ആണ് ഹീറ്റ് ഇടുന്നത്. ചില ആൾക്കാർ 320, 300 ഒക്കെ ഇടലുണ്ട്. ഞാൻ 280 ഹീറ്റിലാണ് ഉള്ളത്. യൂസ് ചെയ്യുന്ന PPD ഇപ്പോൾ യൂസ് ചെയ്യുന്ന മാൻഡിൻ്റെ PPD ആണ്. കൈസി, മാൻഡ്, പിന്നെ ഫോക്സ്കോൺ അങ്ങനെ എന്തോ ഒരു കമ്പനിയും കൂടി ഉണ്ട്. അത്യാവശ്യം നല്ലൊരു PPD ആണ്. പിന്നെ മിഞ്ചിങ്, പിന്നെ മാൻഡ്, ഇതൊക്കെ അടിപൊളി അത്യാവശ്യം നല്ലൊരു ഇതിലുള്ളൊരു PPD ആണ്. അപ്പോൾ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാനിപ്പം യൂസ് ചെയ്യുന്ന 2 PPDയിൽ ഒന്ന് കൈസിയും ഒന്ന് മാൻഡുമാണ്. മാൻഡ് അടിപൊളി സാധനമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ നമ്മൾ ബോർഡിൽ ഉള്ള ഷോട്ട്, അതായത് ബോർഡിലുള്ള ഷോട്ട് നമ്മൾ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്തു. പിന്നെ അതിന് ശേഷം മറ്റേ CPUൻ്റെയും eMMCൻ്റെ CPUൻ്റെ സെക്ഷനിലുള്ള പ്രിൻറ്റിൻ്റെ ഷോട്ട് നമ്മൾ UV ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അത് ഞാൻ എന്താ കാണിക്കാനെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ ക്യാമറ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് കാണിക്കാൻ. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് കാണിക്കാനും. ഇൻഷാ അല്ലാഹ് നമ്മളതൊക്കെ വാങ്ങിക്കും. ഇപ്പോൾ ഓരോരോ സാധനങ്ങളായി വാങ്ങിച്ച് വരികയാണ്. പിന്നെ പേര് പ്രത്യേകം ഞാൻ വീണ്ടും പറയുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കാലമായിട്ട് ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോരുത്തരുടെ പ്രാർത്ഥന കൊണ്ടും നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ടും നമ്മളിപ്പം അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനി നിങ്ങളെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് തുറക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ തുറക്കണം നല്ല ആഗ്രഹമുണ്ട്. ഫണ്ടിൻ്റെ ഒരു പ്രശ്നം കൊണ്ടും പേരിൻ്റെ ഒരു പ്രശ്നം കൊണ്ടും മാത്രമാണ്. അപ്പോൾ ഇത് 2 സെറ്റായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ തുറക്കും. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഈ ജോബ് പഠിച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി മുന്നോട്ട് അപ്ഡേറ്റ് ആവാത്ത അവസ്ഥയിൽ ഇങ്ങനെ തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കരകയറ്റണം എന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരെ സപ്പോർട്ട് ചെയ്ത് സെറ്റാക്കി തരാം. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും CPU eMMC കാര്യങ്ങളൊക്കെ ഫുള്ള് റീവോളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ള് സെറ്റാക്കി വെച്ച് എന്നതിന് ശേഷം നമ്മൾ
തെർമൽ പേസ്റ്റ് എന്ന് പറയുന്ന സാധനം അത് അത്യാവശ്യം നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. നമുക്കൊരു സെറ്റ് വന്നിട്ട് ഡെഡ് കണ്ടീഷനിൽ വന്ന് ഒരുപാട് സ്ഥലത്ത് പോയിട്ട് റെഡി ആവുന്നില്ല, എന്തെങ്കിലും ചെയ്ത് റെഡിയാക്കി താൻ പറഞ്ഞ ഒരു സെറ്റ് വന്നിട്ട് നമ്മളതിൻ്റെ മുകളിൽ ഒരു ദിവസമോ ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ഇരുന്നാൽ ചില സെറ്റ് റെഡിയാവും. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എല്ലാ സെറ്റ് റെഡി ആവുന്നുണ്ട്. കാരണം 10 എണ്ണം റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ 1 2 റെഡി ആവുള്ളൂ, ബാക്കിയൊക്കെ റിട്ടേൺ പോകും. പക്ഷേ വീഡിയോ ഇടുന്നതെന്ന് മാത്രം. എല്ലാ സെറ്റും ഒരിക്കലും റെഡി ആവണമെന്നില്ല, പക്ഷേ വീഡിയോ ഇടുന്നുണ്ട് എന്ന് മാത്രം. ഇതിപ്പോൾ എന്തായാലും സാധനം ഫുള്ള് ഓക്കെ ആയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം ഫുള്ള് കണക്ട് ചെയ്ത് ഇന്നലെ ബാറ്ററി കാര്യങ്ങൾ, അത് ഷോർട്ട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കൺഫേമാണ് ബോർഡ് ഓക്കെ ആണെന്നുള്ളത്. എന്നതിന് ശേഷം CPU കാര്യങ്ങളൊക്കെ ഇട്ട് ഇന്നതിന് ശേഷം ആ ചാർജിൽ കണക്ട് ചെയ്തപ്പം ചാർജിങ്ങിൻ്റെ ആ ഒരു ലോഗോ, ചാർജ് കയറുന്ന ആ ഒരു ലോഗോ വന്നപ്പോൾ തന്നെ സമാധാനം റെഡിയായി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 10 സെറ്റ് വന്നിട്ടുണ്ട്, ചിലപ്പോൾ 2 3 സെറ്റ് റെഡി ആവുന്നുണ്ടാവുള്ളൂ, ബാക്കി 7 സെറ്റ് 8 സെറ്റ് ചിലപ്പോൾ റിട്ടേൺ പോകും. പക്ഷേ ഇതൊന്നുമല്ല, നമുക്കൊരു സെറ്റ് വന്നിട്ട് എവിടെ നിന്ന് റെഡി ആവാണ്ട് ഒരു സെറ്റ് വന്നിട്ട് നമ്മളെ കയ്യിൽ നിന്ന് ഒരു സെറ്റ് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് അത് വേറെ തന്നെ വേറെ ലെവലാണ്. പക്ഷേ ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോൻ്റെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ആയിട്ട് ഇടുക. കാരണം വെച്ചാൽ അതിനനുസരിച്ചിട്ടായിരിക്കും അടുത്ത വീഡിയോസ് ഞാൻ ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.